മണി എഴുന്നേക്കടാ. ഇല്ലടാ, ഞാനില്ല, എണീക്കില്ല. വിശന്ന് ഹൃദയം പൊട്ടി ഞാനിപ്പോ ചാകും. വിശന്നിട്ട് ഹൃദയം പൊട്ടി ഇന്നേവരാരും ചത്തിട്ടില്ലടാ. അവസാനമായി എനിക്കൊരു ആഗ്രഹമുണ്ട്. നീയുമായി സുഖമായി ജീവിക്കണം. നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് എന്റെ പേര് ഇടണം. അത്രയും വേണോടാ? എടാ, നിന്നെ പോലെ തന്നെയല്ലേ ഞാനും. എനിക്ക് വിശക്കുന്നില്ലേ? കുറച്ചൊക്കെ സഹിക്കണോടാ. എന്റെ തമ്പ ചത്ത ഞാൻ സഹിക്കും. വിശപ്പ് സഹിക്കാൻ പറ്റില്ലടാ. പണ്ടാറടങ്ങാൻ എനിക്ക് വാ, പലതും കിട്ടുമോ നോക്കാം. വാടാ. എന്താ ആരും ഒന്നും കഴിക്കാത്തത്? കഴിക്കേ. ഇപ്പൊ ഒന്നും വേണ്ട, ഞങ്ങൾ കളിക്കാൻ പൊക്കോട്ടെ. വേണ്ട, മുഴുവൻ കഴിക്കാതെ ഇവിടുന്ന് അനങ്ങിയിട്ടുണ്ടേ അടിച്ചു തോലിരിക്കും ഞാൻ ഭക്ഷണം കഴിച്ചു വരുമ്പോഴേക്കും മുഴുവൻ കഴിച്ചോണം കേട്ടോ. മാമന്മാരെ മനസ്സിലായ മക്കളെ? ഇങ്ങനെ ചോദിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല. നമ്പൂരി ഭാഷ ചോദിക്കണം. എങ്കിൽ എഴുന്നള്ളിക്ക്. മാമന്മാരെ മനസ്സിലായ മേക്കൾക്ക് ശവം മാറി. നിങ്ങൾക്ക് ആഹാരം കഴിക്കണ്ടേ? വേണ്ട. കളിച്ചാൻ പോണോ? പോണം. ആഹാരം കഴിച്ചിട്ട് നമുക്ക് കളിച്ചാൻ പോവാ. ആഹാരം കഴിക്കണ്ട എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരേ. അങ്ങനെ എടുത്തിട്ട് ഇതെങ്ങനെ എങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇതാ അങ്ങനെയല്ല, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ശരിക്കില്ല. തണുപ്പെണ്ണ വെറുതെ കളയണ്ടെന്ന് വെച്ച് തിന്നെയാണ്. എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. എന്നാലും ഇത് വേണ്ട എണ്ണ. ഇത് ഷുഗറാ, ഷുഗർ. അണ്ണൻ പൊട്ടിക്കണ്ണ. പൊട്ടിച്ചിട്ട് നമ്മള് കഴിച്ചില്ലേ കാശ് എടുക്കണ്ടേ? എന്തരണ്ണ അങ്ങനെ പറഞ്ഞു കളഞ്ഞ? കുപ്പിയോടെ വയറ്റി പോവും. അണ്ണൻ പൊട്ടിക്കും, ബാക്കി ഞാൻ നോക്കാം. എന്നെ കൊണ്ട് അണ്ണാ, ഇവിടെ കപ്പയും മീൻ കിട്ടുവോ? കപ്പ മീനോ? ഇത് ഐസ്ക്രീം പാർലർ അല്ലേ? ഇന്നാള് ഭോപ്പാലിൽ കപ്പ കഴിച്ച് എത്ര പേരെ മരിച്ചെന്ന് അറിയാമോ? അയ്യോ വേണ്ട, വേറെ തിന്നെ എത്ര സാധനങ്ങൾ കിടക്കണ. അണ്ണ കക്ക കിട്ടുവോ? നീറ്റാനാ? അല്ല തീറ്റ. കക്കേ? അല്ല കക്കയിറച്ചി. കിട്ടും. ഷാപ്പില് ഷാപ്പ്. എന്നെ വരാണ നിങ്ങൾക്കൊന്ന് വീശേറുവായി. ഞാൻ ഒരു കാര്യം പറയാ, ഇവിടെ ഇരുന്ന് തിന്നു മുടിക്കാനല്ല വന്നത്. നീ എവിടെ വീട്ടിൽ എന്താ കാണിച്ചു കൂട്ടിയത്? എന്താ ഞാൻ നന്നായിട്ട് അഭിനയിക്കണില്ല? പിന്നെ ഇക്കാര്യത്തിൽ മാത്രമുണ്ട്. ഇങ്ങോട്ട് നോക്കേ, അഭിനയിക്കുമ്പോഴേ ബാലയുടെ അത്ര ഓവർ ആവണ്ട, സീരിയലിന്റെ അളവിലും മതി. ഓ, അപ്പൊ ഇതൊരു മെഗാ സീരിയലാണ്. ഓ, ഇക്കണക്കിന് പോയാൽ ഞാനൊരു 7 എപ്പിസോഡിൽ ചുരുട്ടി കൂട്ടും. എത്ര എപ്പിസോഡ്സ് വേണമെങ്കിലും എടുത്തോ, പക്ഷെ ആ തള്ള സ്വല്പം ഓവറാണ് കേട്ടോ. അത് നീ ബാല നടിയായതുകൊണ്ട് തോന്നുന്നതായിരിക്കും. എന്റെ അഭിനയത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, കേരളത്തിലെ അമ്പലപ്പറമ്പുകളിൽ പോയി അന്വേഷിച്ചു നോക്ക് കല്ലമ്പല കരങ്ങൾ ആരെന്ന്. കേട്ടാ? മനസ്സിലായ? പന്നേര് വർത്താനം പറയുന്നത് കേട്ടാ? ദൈവത്തെ ഓർത്ത് നീ കുളമാക്കരുത്. നിനക്ക് എന്താ അവിടെ ഒരു കുറവ്? നീ പറയുന്നതൊക്കെ ഞാൻ സാധിച്ചിരുന്നില്ലേ? തീറ്റക്ക് തീറ്റ, കാശിന് കാശി. ഓസിനാണെന്ന് പറഞ്ഞോ? ഇന്നാള് പൊരിച്ച കോഴി ചപ്പാത്തി വേണോന്ന് പറഞ്ഞ്, നൂഡിൽസ് വേണോന്ന് പറഞ്ഞ്, ഫ്രൈഡ് റൈസ് വേണോന്ന് പറഞ്ഞ്. എന്നിട്ട് ഇതൊക്കെ വാങ്ങിച്ചു തന്നു ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ വാങ്ങിച്ചു തരൂ. കിട്ടണ സമയത്ത് ഇതൊക്കെ മുതലാക്കണം. ഇതെല്ലാം ഞാൻ എന്ത് വാങ്ങിച്ചു തരും? ഷുവർ കോൺഫിഡന്റ്. അണ്ണാ, ഇന്നെ കൂടെ എമർജൻസി ലൈറ്റോടെ വാങ്ങിച്ചു. ഇതൊക്കെ നിരത്തി വെച്ച് നമ്മൾ തിന്നുമ്പോ വെട്ടം കാണണ്ടേ? എന്നാ ഞാൻ ഷിപ്പുമാർക്ക് തീപ്പെട്ടി മേടിച്ച് ഓരോ കൊള്ളി ഇങ്ങനെ കത്തിച്ച് തന്നാ മതിയാ? എത്രയെന്ന് വെച്ച് കത്തിക്കും, കയ്യോ പൊള്ളൂല്ലേ? ഇപ്പൊ തന്നെ ഞാൻ തീക്കൊണ്ടത്തിലാ കിടക്കണം. എന്തിരി പൊള്ളാൻ? അയ്യോ, ചൂടെടുക്കണ അണ്ണാ. ഞാൻ ഇത് എച്ചിലാക്കിയും പോയില്ല. അണ്ണാ, തണുപ്പോടെ ഒരു 3 ഐസ്ക്രീം കൊടുക്കി. അയ്യ അണ്ണാ, ചുമ്മാ അണ്ണാ വരി, നീ വരി, നീ കൊണ്ടുവരും. അയ്യ, ഇത് വേണമെന്ന്. അതെ അണ്ണാ 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 ഇങ്ങോട്ട് വരിക. ഒരു 4 ഐസ്ക്രീം കൊണ്ടുവരണം. ഇതുപോലെ മഞ്ഞ, ഇതുപോലെ കുഴലി പോലത്തെ 4 മതി. 4 മതി. അതിൽ കൂടുതലൊന്നും നമുക്ക് മുതലാവൂല. എല്ലാ കറികളും ഞാൻ തന്നെ നിന്നുണ്ടാക്കിയതാ. എങ്ങനുണ്ട്? കൊളവായോ? ഇതുവരെ ആരും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അയ്യോ, കൊളായിന്നല്ല, കൊള്ളാന്നാ പറഞ്ഞത്. അമ്മക്ക് ചെവി വെച്ചിട്ടില്ല. ചെവി വെച്ചിട്ടാണോ ഭക്ഷണം കഴിക്കുന്നത്? അതല്ലെന്ന്, ആ മൈക്ക് ഇട്ട് ചെവി വെച്ചില്ല. അത് മൈക്കല്ല, ഇയർഫോൺ. ഓ, അതിന്റെ പേരിപ്പോ മാറ്റിയോ? ഞാൻ അറിഞ്ഞില്ലേ. ഇയർഫോൺ വെച്ചില്ല. ഓ, ഞാനതങ്ങ് മറന്നു. കറികളൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. മാഡത്തിന്റെ കൈപ്പുണ്യം അപാരം.
നോക്കി നിൽക്കാതെ നന്നായിട്ട് അങ്ങോട്ട് വിളമ്പി കൊടുക്കടാ. കൊടുക്കാനുള്ളത് ആവശ്യത്തിന് ഞാൻ വിളമ്പി കൊടുത്തിട്ടുണ്ട്. ഇത് ഇവരുടെ ലാസ്റ്റ് സപ്പർ ഒന്നും അല്ലല്ലോ. ഹയർ കഴിക്കുന്നില്ലേ? ആ ആ അവിടെ ഞാൻ കൊടുത്തോളാം, സാറ് കഴിച്ചാട്ടെ. ഇതൊരു അംഗത്തല്ല. മോര് കണ്ട ഇങ്ങനെ. സഞ്ജു കോഫി. എന്താ ഇത്? ബെഡ് കോഫി. ഗീതുവിന്റെ കൈ കൊണ്ട് ഗീതു ഉണ്ടാക്കിയ കോഫി. ഈശ്വര, ഇതെന്താ മായയോ? മായല്ല, ഗീതു. 2000 ആണ്ടോടെ പല അത്ഭുതങ്ങളും നടക്കുന്ന അതിലൊന്നും നടന്നു കഴിഞ്ഞു. എന്റെ ഭാര്യയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ കോഫി. ഇതെന്താ? കാപ്പിയോ ഭാഷാണോ? കോഫി. ഇതെന്ത് കുന്തം കൊണ്ടുണ്ടാക്കിയത്? കോഫി പൗഡർ, മിൽക്ക്, ഷുഗർ, ഹോട്ട് വാട്ടർ എല്ലാം കൂടി മിക്സ് ചെയ്ത കോഫി. ആഹാ, നന്നായിരിക്കുന്നു. എന്തൊരു കയ്പ്. ഏട്ടത്തി ഇതിൽ നിന്നാണ് പഞ്ചസാര എടുത്തത്? യെസ്. ഏട്ടാ, ഇത് പഞ്ചസാരയിലെ ഉപ്പാ. എടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പറയില്ലായിരുന്നോ? ആഹാ, അപ്പൊ ഞാൻ ഇന്ന് കോഫി ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി പഞ്ചസാര ഇരുന്നെടുത്ത് ഉപ്പ് കൊണ്ടുവച്ചു അല്ലേ? എന്നെ തോപ്പിക്കാൻ വേണ്ടി പേർപ്പസ് ആയിട്ട് ചെയ്തത്. അയ്യോ ഏട്ടത്തി, വേണ്ട. കോഫി ചീറ്റിപ്പോയി. പോട്ടെ, I'll make breakfast. തുപ്പിതാ. എടി, ഇവിടെ നമ്മളെ ഉദരരോഗികളാക്കുവോ? അങ്ങനെ വെള്ളരിക്കയായി. ഇനി പാവയ്ക്ക. അത് ഒന്നും കുറയ്ക്കണ്ട. IPS തല കുലിക്ക് സമ്മതിക്കണം. ഇതെന്താടി ഇത്? ഇംഗ്ലീഷ് മോഡൽ സാമ്പാറായിരിക്കും ചേച്ചി. ഏട്ടത്തി എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? കുട്ടന്മാർക്ക് എന്താ വേണ്ടത്? ദോശയോ ഇഡ്ലിയോ ഉണ്ടാക്കാം. അതിനുള്ള മാവരിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇത് മൈദാമാവാ. അതൊക്കെ എനിക്കറിയാം. ഇത് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ചതാ. അയ്യോ എടുത്തിയത് പാത്രത്തിനടപ്പാ. ദോശകല്ലത് അവിടെയാ. ദോശ സ്റ്റോണെന്ന് എഴുതി വെച്ചോടെ ഇവളുമാർക്ക. ഞങ്ങളും കൂടെ സഹായിക്കേട്ടത്തി. വേണ്ട, ഇതൊക്കെ എനിക്കറിയാം. ഇതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനല്ലേ. ആരും സഹായിക്കണ്ട. ആഹാ, ഇന്ന് മരുമകളുടെ കൈകൊണ്ടാ പാചകം. ആ, ഇന്ന് മുതൽ ഞാനാ അടുക്കള ഭരണം. അങ്കിള് പോയി കുളിച്ച് റെഡി ആയിട്ട് വരൂ. I'll give you a wonderful breakfast. വെരി ഗുഡ്. ഓ എന്റെ ഭഗവാനെ, DGPയുടെ മോളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിളിന് ഭാഗ്യം ഉണ്ടായല്ലോ. മുജ്ജമ്മ സുഹൃതം. എന്തേ ഏട്ടത്തെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ലേ? ഒരു രക്ഷയില്ല, പാചകം തകർക്കയാ. ഏടത്തേക്ക് നല്ല സ്പീഡ്. ഓ ഭയങ്കര വിശപ്പ്. എന്തെങ്കിലും ഇത് പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഇന്ന് മരുമോളുടെ ബ്രേക്ക്ഫാസ്റ്റാ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. യെസ്. How's it? ഇതെന്താടാ, ദോശയോ ഇഡ്ഡലിയോ? ഇതാണച്ചാ ദൊഡ്ഡലി. മനസ്സിലായില്ലേ? ദോശയുടെ ദോയും ഇഡ്ഡലിയുടെ ഡലിയും ചേർന്ന ദൊഡ്ഡലി. ആഹാ, കുറച്ചുകൂടാവാം. അയ്യോ, ഇതെന്ത് കറിയാത്? എന്ത് കറിയാവട്ടെ. എങ്ങനെയുണ്ട്? ഒരു പച്ചക്കറി കടയിലേക്ക് നോക്കുന്ന പോലുണ്ട്. ഇതെന്തിനാത്? ആനയ്ക്ക് കൊടുക്കാനാ? കുട്ടാ, ഒരു ആംബുലൻസ് വിളിച്ചോ. എന്ത് പറ്റിയച്ചാ? വയറ് കത്തുന്നു. മരുമകൾ ഉണ്ടാക്കിയ കറി കുറെ ഞാനങ്ങ് കഴിച്ചു. എരിവ് മർമ്മത്തിൽ തട്ടിയതാ. 1.5 കിലോ മുളക് പൊടിയും 1 കിലോ ഉപ്പുമാണ് അകത്ത് പോയിരിക്കുന്നത്. നോർമൽ ആവാൻ കുറച്ച് സമയം എടുക്കും. പോയി റൂമിൽ കയറിക്കോ. മക്കളെ, അറിയാതെങ്ങാനും ഇതെടുത്ത് നമ്മുടെ പട്ടിക്കോ പൂച്ചയ്ക്കോ ഇട്ട് കൊടുത്തേക്കല്ലേ, തട്ടിപ്പോവും. ഞങ്ങളുടെ ഭാര്യമാരായതുകൊണ്ട് പറയല്ല, 3 പേരും കുക്കിംഗിൽ എക്സ്പെർട്ടാ. കൗസു ഇടത്തേക്ക് ചിക്കൻ കറിയിലാണെങ്കിൽ ആനന്ദ് ഇടത്തേക്ക് മട്ടൻ കുറുമയിലാ കൈപ്പുള്ളി. എരിക്കാനും പൊരിക്കാനും ഇന്ദുമതി സ്പെഷ്യലിസ്റ്റ്. കൗസുവിന്റെ മുരിങ്ങയ്ക്ക അവിയൽ വളരെ പ്രസിദ്ധ. മുരിങ്ങയ്ക്ക അവിയൽ ഹിന്ദിയിൽ അതിന് മുരിങ്ങയ്ക്ക അവിയലേ ഹേ എന്ന് പറയും. ചിക്കൻ അല്പം മുറ്റാണെന്ന് തോന്നുന്നു. நோ நோ, ஐ அம் பியூர் வெஜிடேரியன். எனக்கு கொஞ்சம் ரைஸ், தயிர், சாலட் இதெல்லாம் போதும். അയ്യോ, ഇതൊക്കെ പിന്നെ ആര് കഴിക്കും? சாரிங்க.
സസ്യബുക്കാണല്ലേ? Yes. ഇതൊക്കെ മാത്രം കഴിച്ചുകൊണ്ട് എമ്പുരാണി എങ്ങനെയായി സൗന്ദര്യം നിലനിർത്തുന്നത്? ഒന്ന് ചിരിച്ചേ. റെഡി? സ്റ്റൈലായിട്ടുണ്ട്. പൊയ്ക്കോ. മാഡം അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും പ്രേമവും വിവാഹവും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ എത്ര താലികെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ മിസ് യമിനിയുടെ ഭാവി ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കില്ലേ? No, there's lot of difference between real life and films. In real life, காதல், love, புனிதமானது. இல்ல தம்பி? അക്കാര്യത്തിൽ എന്നെയും കൗസൂരിയും കണ്ടു പഠിക്കണം. ഞാൻ ആദ്യം അവളെ ഹിന്ദി പഠിപ്പിച്ചു. ലവ് എന്താണെന്ന് അവൾ എന്നെ പഠിപ്പിച്ചു. പ്രേമം ദിവ്യമാണ്, അനശ്വരമാണ്. അത് വാക്കിലും മധുരത്തിലും ഒക്കാനുള്ളതല്ല, ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി 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 ഇറങ്ങില്ല. നല്ല ഉച്ച. ഖാന ഖാന കാണേ കാണ കഴിയാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല. നഹി 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 എന്ന് പറഞ്ഞാൽ നഹി. പോടോ ഹേ. ചെല്ലടാ ചെല്ലി പോയി കാണ കഴുക്. നല്ല വൃത്തിയായിട്ടൊക്കെ കഴുകണേ. കാണല്ല ഖാന. ചപ്പാത്തി ഞാൻ അയാളെ വിളിച്ചത്. ആണാ? എന്റെ അമ്മ വിശന്നിട്ട് നിക്കാൻ പറ്റണില്ല. വേണ്ട, ഇനി അങ്ങോട്ട് ചെല്ലണ്ട. വേണ്ടാന്ന് പറഞ്ഞിട്ട് തിന്നാൻ ചെന്നിരുന്നാലേ അങ്ങേര് നിന്നെ ചപ്പാത്തി ആക്കി ചുടും. എന്റെ ദൈവമേ, എന്തൊരു ചിറ്റണത്. പണിയൊക്കെ എനിക്ക് തീറ്റ അവനും. തിന്നാൻ എന്തെങ്കിലും എല്ലാരും തിന്നു കഴിയട്ടെ. നിന്ന് അലക്ക്. എന്തുവാ ഇത്? ഇതെന്നെ മുതലാളിയാണെന്ന് ഒരു സെക്കൻഡ് ഞാൻ ചിന്തിച്ചു പോയി. അയ്യോ, ഇത് നിന്റെ മുതലാളിയല്ല, ബഡാ സാബിന്റെ ഒരേ ഒരു പെങ്ങള് മേം സാബിന്റെ ചുരിദാറാ. ഈ ചുരിദാറിനൊന്ന് വേദനിച്ചാ മതി, ബഡാ സാബ് നിന്നെ ഈഞ്ച പരിവാക്കും. ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല. അതാണ് കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. ബസ്സെന്നിട്ട് അലക്കാൻ പറ്റണല്ലോ, ഇത്തിരി ചോറ് തരും. ഓ, ഇതും ഹിന്ദിയാണ്. എനിക്ക് ചപ്പാത്തി നഹി നഹി, എനിക്ക് ചോർ ചോർ ചോർ. ആ ചോർ. तू चोर है? Yes, I am ചോർ. No കഞ്ഞി. अच्छा. അച്ചാറെങ്കിൽ അച്ചാറ്. കോഴി മാങ്ങേ. ചോറ് ഇത്ര ദൂരെ കൊണ്ട് വെച്ചേക്കണം. ഒരാൾക്കുള്ള ചോരേ ചോര ചോരേ. ഇതെന്തൊരു നാടാ? കാണാന്ന് പറഞ്ഞാ ചപ്പാത്തി, ചോറെന്ന് പറഞ്ഞ ഇടി. ഇതെന്താ ഭ്രാന്തന്മാരുടെ വീടാ? വിവരദോഷികള്. ആ ഇതിവിടെ ഇരിപ്പണ്ട. എടാ നീ അറിഞ്ഞാ എന്നാ അടുക്കളയിലിട്ട് ഇടിച്ചടാ? അവിടെയൊക്കെ ഇടിച്ച്. ഇനി അടുക്കളയിലൊന്നും പോണ്ട, ഇവിടെ ഇരുന്നാ മതി. ഇവിടെ കിട്ടും ഇടിയാ? അല്ല, ഭക്ഷണം. പിന്നെ ഇതെന്ത് പണ്ടാരോട് ഭക്ഷണം? ഇതെങ്ങനെ തിന്നാനാ? ബായി കുറച്ച് ചാറ് തരോ? चार ആ ചാർ ചാർ. ദേ പിന്നെ ഇതാണ്. ഇതെന്താടോ? 1 2 3 4 6 5 6 പേटे की कोट है. ഒന്ന് പോടാ അവിടെ നിന്ന്. നീ കയ്യഴുണില്ലേ? പിന്നെ 24 മണിക്കൂർ അലക്കിക്കൊണ്ടിരിക്കണം ഞാൻ കൈ കഴുകു. അത് ഇത് തിന്നാനായിട്ട്. ഇവിടെ അറക്കമില്ല വല്ലോണ്ട് ഒന്ന് അറപ്പിക്കാൻ. ഇന്നത്തെ ഭക്ഷണം കൊള്ളാം, നല്ല മയമുണ്ട്. തിന്ന് തിന്ന്. അപ്പൊ ഇതാണല്ലേ പുതിയ 2 പണയുരുപ്പടികൾ? പക്ഷെ യവന്മാര് കുഴപ്പമൊന്നുമില്ല മാം സാബ്.
നല്ല പിള്ളേരാ. ചപ്പാത്തിക്ക് അച്ചാറാ, ഇതൊന്നും നടക്കൂല. വേറെ കറിയൊന്നുമില്ലേ? ഓഹോ, 5 സ്റ്റാർ ഭക്ഷണം കഴിച്ച് സുഖിക്കാൻ വന്നാണല്ലേ? വേഗം ഇതും കഴിച്ച് ജോലി നോക്ക്. ഞങ്ങൾ മലയാളികൾക്ക് ഈ ഗോതമ്പ് ഷീറ്റ് കഴിച്ചൊന്നും ശീലില്ല. എന്നിട്ട് ഇത് ഇയാളെ കണ്ടോ ഒരു അക്ഷരം മിണ്ടാതിരുന്ന് കഴിക്കുന്നത്? അവൻ എന്തു കൊടുത്താലും ഒന്നും മിണ്ടില്ല, എന്തു പറഞ്ഞാലും കേൾക്കുകയില്ല. എന്താ പൊട്ടനാ? അതെ, പൊട്ടനാ. എന്ന് വെച്ച് അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. തിന്നെടുത്തോടാ. കൊടുത്തോ, മിണങ്ങിക്കോ. അതുകൂടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. മൂണങ്ങ്. ഹോർലിക്സിൽ ബോൺവിറ്റ ഇറക്കി കൊടുക്കാൻ. എല്ലാം 2 പ്ലേറ്റ് എടുത്തോട്ടാ. എന്റേടാ അത്, തിന്നോ. ഇതാണോ താൻ പറഞ്ഞ മാം സാബ്? ഇതും ഒരു മാം സാബ് തന്നെ. ഞാൻ പറഞ്ഞത് ഇതല്ല, ഇതിനേക്കാൾ വലിയൊരു മാം സാബ് ഉണ്ട്. തന്റെ കൂട്ടുകാരനെ പോലെ തന്നെയാ. നല്ല തീറ്റയാ. അതല്ല, സംസാരിക്കാൻ കഴിയില്ല, പിന്നെ കാത് കേൾക്കാം. ദൈവത്തിന്റെ ഓരോ വികൃതികളെ. പൂജ, ഇങ്ങ് വന്നേ, ഒരു സംഗതി കാണിച്ചു തരാം. വാ, ഒരാളെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. നീ കാണേണ്ട ആളാ. ദേ ഇയാളാ. ചെവിയും കേൾക്കില്ല, സംസാരിക്കാനും കഴിയില്ല. പക്ഷെ കേൾക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളെ പോലെ തന്നെയാ പെരുമാറ്റം. തലയോടി വന്നു വെച്ച് പിന്നെ ഞാൻ കുളിച്ചിട്ട് വന്ന് കഴിക്കാം. ഏഞ്ചലിനെ ഇതാരാ വിളിക്കുന്നേ? ഹലോ, എങ്ങനെ നമ്പർ ശരിയാണോ എന്നറിയാൻ വിളിച്ചതാണെന്നോ? ആ, ശരിയായ നമ്പർ തന്നെ. ഓക്കെ, എന്നെ പിന്നെ വിളിക്കൂ. ഐ വിൽ കോൾ യു ലേറ്റർ. ഇവിടെ ആവശ്യമില്ലാത്ത ചില അവന്മാരിയിരിക്കുന്നു. ഓക്കെ. ഏഞ്ചൽ, ആരാ വിളിച്ചത്? എഡ്വിൻ, റിസപ്ഷനിസ്റ്റ്. ഇത്ര പെട്ടെന്ന് അതിനെ വിളിച്ചോ? ഇതപ്പ നമ്പർ കൊടുത്തു. ഏഞ്ചൽ, ഏഞ്ചൽ, അത് പിന്നെ ഇന്ന് രാത്രി ഈ 12 മണി കഴിഞ്ഞാൽ അടുത്ത ദിവസമല്ലേ? അതെ. നാളത്തെ വരം ഞാൻ അഡ്വാൻസ് ആയിട്ട് ചോദിച്ചോട്ടെ? എനിക്ക് മുമൈദ് ഖാനെ ഒന്ന് കൊണ്ടുതരുവോ? എടാ, ഇന്ത്യയിലുള്ള ഒരു മാലാഹമാരെ ഇതുവരെ മാമാപ്പട ചെയ്തിട്ടില്ല. സോറി സോറി. ഫുഡ് അത്ര പോരാ, ജ്യൂസ് തരക്കേടില്ല. ഹലോ, റെസ്റ്റോറന്റ്. സോറി സർ, റെസ്റ്റോറന്റ് ക്ലോസ് ചെയ്തു. കോഫി ഷോപ്പ് ഉണ്ട്. അവിടെ എന്തുണ്ട്? കോഫിയും ബിസ്ക്കറ്റും ഉണ്ട് സർ. 10 കോഫി, 10 പാക്കറ്റ് ബിസ്ക്കറ്റ്. എനിക്കിവിടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഒന്ന് മതി. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്. ചെകുത്താൻ കയറിയ വീട്, ചിരിക്കാത്ത വീട്, ഇത് ചിലക്കാത്ത. പാട്ടുപാടി പാചകം ചെയ്ത ഭക്ഷണത്തിലൊക്കെ തുപ്പല് തെറിക്കും. 10-12 വർഷമായിട്ട് പൗലോസ് പാട്ട് പാടി തന്നെയാണ് പാചകം ചെയ്യാറ്. അത് തന്നെയാണ് ഇവിടെ ഉള്ളവർ ഭക്ഷിക്കാറ്. വേണമെങ്കിൽ ഞന്നിട്ട് നീ പൊക്കോ.
അയ്യേ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ദാ കയ്യിൽ ഗ്ലൗസ് ഇടാൻ ഞാൻ മൃഗ ഡോക്ടറൊന്നും അല്ല. രാത്രി എന്താ ഇവിടെ പതിവ്? രാത്രി സാധാരണ ഇവിടെ ഉറങ്ങാറാ പതിവ്. അതല്ല ഇനി ഇപ്പൊ കഥകളിയോ കുച്ചുപ്പുടിയോ. രാത്രി കഴിക്കാൻ ഭക്ഷണം എന്താന്നാ ചോദിച്ചേ? ജീവന് കഞ്ഞി, അതുകൊണ്ട് ഞങ്ങളും കഞ്ഞി. നിങ്ങളൊക്കെ കഞ്ഞികളാന്ന് എനിക്കറിയാം. എനിക്ക് ചപ്പാത്തിയോ പൂരിയോ വേണം. തൽക്കാലം അതിനുള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ല. സൗകര്യം ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. മാവ് എവിടെ? മാവ് മുറ്റത്തുണ്ട്. ഓ, ഗോതമ്പ് മാവ് എവിടെന്നാ ചോദിച്ചേ? ഗോതമ്പ് മാവ് ഇരിക്കുന്ന സ്ഥലത്ത് ഇരിപ്പുണ്ടാവും. നീ പോയി വേറെ പണി നോക്ക് പെണ്ണെ. ഓഹോ, എന്നാ പിന്നെ ഒന്ന് നോക്കിട്ടെന്നെ കാര്യം. ഈ മരം കേറി പെണ്ണ് എവിടേക്കായി കയറണേ? പെണ്ണെ ഇവിടെ ഇറങ്ങിയ അതില് മാവില്ലാന്ന് പറഞ്ഞില്ലേ? ഗോതമ്പ് മാവ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞത് കേക്കാട്ടാ. കയ്യൊന്ന് വിട്. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. കയ്യൊന്ന് വിടുക. അയ്യോ, ഇത്രയും കാലായിട്ടും ഒരാളും എന്റെ ദേഹത്ത് ഒരു നുള്ളു പൂഴി നുള്ളിയിട്ടിട്ടില്ല. ഇന്നലെ കേറി വന്ന നീ എന്റെ ദേഹത്ത് ഗോതമ്പ് പൊടി കമഴ്ത്തിയല്ലേടി? ഇതൊന്നും അറിഞ്ഞിട്ട് എന്നെ കാര്യം. ജീവോ, കഞ്ഞി കുടിച്ചിട്ട് കുളിക്കാം. ഒന്നും ഉണ്ടാക്കിയില്ലേ? എടാ വൃത്തിയിട്ടവനെ, പച്ച മഞ്ഞ കളർഫുൾ കഞ്ഞി ഉണ്ടാക്കില്ലടാ. ഇല്ല, മനുഷ്യനാണെങ്കിൽ കുറച്ച് ആത്മാർത്ഥ വേണം. ആത്മാർത്ഥത കിട്ട് പുഴുങ്ങിയാൽ കഞ്ഞിയാവില്ല. അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം. അരിയില്ലേ? അരിയില്ല. എന്നാ നിനക്ക് കുറച്ച് ചായയെങ്കിലും തിളപ്പിച്ചോടായിരുന്നോ? ചായപ്പൊടിയും പഞ്ചസാര ഇല്ലാതെ ചായ ഉണ്ടാക്കാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ടില്ല. എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല ഇല്ല. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്റെ തിരുനാക്ക് വിളച്ചൊന്ന് പറയടാ. എന്നാ ഉണ്ട്, ഒരു സാധനം ഉണ്ട്. മരച്ചിനി? ഏയ്, ഓ കപ്പലണ്ടി. അയ്യയ്യേ, നല്ല 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 വിശപ്പുണ്ട്. കുറച്ച് വേണോ? അത് ആവശ്യത്തിലധികം എന്റെ തന്നെ ഉണ്ട്. എന്നാ കുറച്ചുകൊണ്ട് ബാങ്ക് ഇട്, നമുക്ക് വിശപ്പില്ലാത്തപ്പോ എടുക്കാമല്ലോ. ചായക്കടയിൽ പോയാലോ? അവിടെ പോകാൻ പറ്റില്ല, പറ്റുകൂടില്ല. എന്നാ നമുക്ക് വേറെ കടയിൽ പോവാം. നിന്റെ 25 രൂപയില്ല, അതിങ്ങ് എടുക്കടാ. ആ രൂപയ്ക്ക് ഞാൻ ഫെയർ ആൻഡ് ലവ്ലി വാങ്ങിച്ച് തേച്ച്. എന്തേ ഫെയർ ആൻഡ് ലവ്ലി? നീയൊക്കെ വിളിക്കണമെങ്കിൽ വല്ല കുമ്മായ ചൂളേക്കറി കിടക്കടാ. അതും ഞാൻ പരീക്ഷിച്ചു നോക്കി. വിശന്നിട്ട് കുടൽ കരിയുന്ന മണം. കുടലിന്റെ അല്ല, നല്ല ദോശയുടെ മണവാ. ദേ, വിശന്നിരിക്കുമ്പോ ഒരുമാതിരി വൃത്തിയോട് പറയരുത്. ദോശ എന്ന് പറഞ്ഞ വൃത്തിയോടാ. ശരിക്കും ദോശയുടെ മണോ ഇത്? ദോശ ദോശ ചൂട് ദോശ തരാവടി, ആക്രാന്തം കാണിക്കാതെ. അതെ, പെട്ടെന്ന് കഴിച്ചോ, മാറ്റം കാണണ്ട. തട്ടുദോശയാ? അതാ ഇത്രയും നല്ല സ്മെല്ല്. ആ പണച്ചാക്കുകളുടെ സന്ധ്യതകളല്ലേ, തിന്നു കൊഴുക്കട്ടെ. പോക്കറ്റ് മണിയായിട്ട് കിട്ടുന്ന തന്നെ ആയിരങ്ങളാ. അതല്ലേ ഇതിലൊരെണ്ണത്തിനെ അടിച്ചെടുക്കാൻ ഞാൻ രാപ്പകലില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ശോ, കഷ്ടം. ചേട്ടാ, ഇവന്മാർക്ക് ഉറക്കമില്ലേ? ഇവന്മാർ ഉറങ്ങണമെങ്കിൽ ഇവിടുത്തെ ലൈറ്റ് മുഴുവൻ ഓഫാക്കണം. അയ്യേ, വൃത്തികെട്ടവൻ തെണ്ടി. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഓരോ ദിവസം കഴിയുന്തോറും ഇവന്മാരുടെ ശല്യം കൂടി കൂടി വരിക. വന്ന് വന്നിപ്പോ ബൈനാക്കുലർ വെച്ചാ നോട്ടം. മുറിയിൽ ഒരൊറ്റ ജനലും തുറക്കാൻ പറ്റില്ലെന്നായി. നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താലോ? അല്ലെങ്കിൽ ആ വീട്ടുടമസ്ഥോട് പറയാം അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ. ഏയ്, അതൊന്നും വേണ്ട. 2 പൂവാലന്മാരെ ഒതുക്കാൻ നമ്മൾ ഇത്രയും പെമ്പിള്ളേർ ഇവിടെ ഇല്ലേ? ഉയരം പൊങ്ങി മാറി സർപ്പനിലയിൽ വാൾ വീശി ഗജമുഖം കൊണ്ടെടുത്ത് ഗുരുക്കളെ, ഇതാ ചിക്കൻ ഫ്രൈ. എടാ, തീറ്റ കാണുമ്പോ അഭ്യാസം മറക്കരുത്. തുടരട്ടെ. വിശന്നിട്ട് വയ്യ. അവരും കഴിച്ചോട്ടെ ഗുരുക്കളെ. പാടില്ല, ഇനിയും തെളിയാനുണ്ട്. നീ കണ്ണാകണം. ഇടത് വെട്ടി വലത് വെട്ടി ഇടം നോക്കി പൂഴിക്കടകൻ. ഇന്നാ പിടിച്ചോ. ഇത് ഏതാണ് ആശാനെ? ഇതാടാ കോഴിക്കടകൻ. പൊരിച്ച കോഴിലാട്ടാ ചെറ്റ പൂഴിക്കടകൻ കളിക്കുന്നത്. ഒഴിഞ്ഞു മാറി, കടകം മറിഞ്ഞ്, മറിഞ്ഞു വെട്ടി, ഇരുന്ന് വെട്ടി. ഇരുന്ന് വെട്ടി, കിടന്ന് വെട്ടി, വെട്ടി വെട്ടി വിഴുങ്ങിയിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? വന്നപ്പോ ഞാഞ്ഞൂല് പോലെ ഇരുന്നതാ, ഇപ്പൊ ശീമപ്പന്നി പോലെ കൊഴുത്തു. കളരി മാത്രം കൊഴുത്തില്ല. അതെന്താ മോലാളി അങ്ങനെ പറയുന്നത്? ഞാനും എന്റെ ശിഷ്യഗണങ്ങൾ കൂടിയല്ലേ വടംവലിയിൽ വിജയം കൊയ്ത് ഉത്സവം മാടശ്ശേരിക്ക് നേടി തന്നത്. ഞാൻ ആ പഴക്കൊലെ കൊണ്ട് വന്നില്ലായിരുന്നേ കാണായിരുന്നു. വെട്ട് വെട്ട്, ദേനക്കെട്ടുണ്ടാകാതെ നോക്കണം. ഉത്സവം അടുക്കാറായി, പോയി വെട്ടടോ. വെട്ടടാ, വെട്ട്. നമസ്കാരം ചേട്ടാ. ഹലോ ഹലോ. അറിയാമല്ലോ, ഐറ്റം അല്ല നോക്കേണ്ടത്, പ്രൈസ്. അറിയാ, 1500 രൂപയുടെ ഒരു സാധനം കാച്ചട്ടെ. ഒന്ന് പതുക്കെ പറ, അതിലും വില കൂടിയ ഐറ്റം വല്ലതും ഉണ്ടോ നോക്ക്. ഇല്ലല്ലേ, 1500 തന്നെ കൂടിയവൻ. ലോബ്സി ലോബ്സ്. പേര് വായിക്കൊള്ളുന്നില്ല, നീ എന്നെ വായിക്കേ.
ലോബ്സ്റ്റർ തെർമിഡോ. ഒന്ന് വെറുതെ ഇരിടെ. ഇത് 5 സ്റ്റാർ ഹോട്ടലാ, പഞ്ചാക്ഷത്രം. വുഡ് യു ലൈക്ക് ടു ഹാവ് സംതിങ് ടു ഡ്രിങ്ക് സർ? ലേശം വീശണോന്ന്. എന്നാ അടിച്ച് കോണ്ടിരിയ. വി ഹാവ് ബ്ലഡി മേരി. മേരിയ? ബ്ലാക്ക് ലേബൽ ഓൾഡ് ക്രോ. ഓൾഡ് ക്രോ, വയസ്സൻ കാക്ക. 5 സ്റ്റാർ ഹോട്ടലിൽ വയസ്സൻ കാക്കയോ? നോ താങ്ക് യു. സോ can you take your food order, sir? Okay. 3 lobster thermidos. 3 whole lobsters? Are you sure? Yes, man. 3 full lobsters. എവിടെ പോയി? ബഷീറെ, ഇപ്പൊ മൊത്തം എത്ര ഡാമേജ് ആയിട്ടുണ്ട്? നോക്കാം. ഓ, ഇത് കണ്ടീഷൻസ്. അത് കാറ്റിപ്പുറത്ത്. നമ്മുടെ ടെക്സ്റ്റൈൽസ് ബിൽസ്, അതായത് നമ്മുടെ സൂട്ട്, ഷർട്ട്, കോട്ട്, തൊപ്പി, കുപ്പി, കുന്തം, വടിച്ചക്രം എല്ലാം കൂടെ ഒരു 30 രൂപ മാറിയിട്ടുണ്ട്. 30,000 എന്ന് പറയടേ, മനസ്സിനൊരു സമാധാനം വരട്ടെ. ഓ ശരി. പിന്നെ റൂം അഡ്വാൻസ് ഒരു 10, ടാക്സി കറങ്ങിയത് എല്ലാം കൂടി ചേർത്തൊരു 5 വരും. അപ്പൊ നമ്മുടെ വാഹനത്തിന്റെ കാശ്? അത് 10-25 വരും. ഓഹോ. അപ്പൊ എല്ലാം കൂടി 1.5 ലക്ഷം മാറി കിട്ടിയിട്ടുണ്ട്. 1.5 ലക്ഷം? ഒരു ദിവസം കൊണ്ട് 1.5 ലക്ഷം. അപ്പൊ ഇനി ഒരാഴ്ച വേണ്ടി വരില്ല. തീർന്നോളൂ. കുറച്ചുകൂടെ തരാൻ പറയാറുന്നല്ലോടെ. എന്തോ ദേ വരുന്നു ലോബ്സ്റ്റർ ടെർമിഡോസ്. എന്റെ ദൈവമേ, ശവമുഞ്ചം മരുന്ന് പോലെ ഉണ്ടല്ലോ. അളിയത് എന്തോന്നടേ? അളിയായത് കൊഞ്ച. എന്റെ ആയുസ്സിൽ ഞാൻ ഇത്ര വലിയ കൊഞ്ചിനെ കണ്ടിട്ടേ ഇല്ല. നിന്നെക്കാളും വലുതാ. അപ്പോഴേ ഇത് എവിടുന്നാ തുടങ്ങേണ്ടത്? ഞാൻ കാണിച്ചു തരാം. ഓക്കെ. വലിയ കുഴപ്പമില്ല. പിന്നെ അല്ലേ, കൊള്ളാം. ഉദ്ദേശിച്ച പോലെ വലിയ ഗുണമൊന്നുമില്ലടേ. ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ മത്തി. എക്സാക്ട്ലി. നമുക്ക് കാശ് ചെലവാകണം, അത്രയല്ലേ ഉള്ളൂ. അത് ചെലവായി. ആ ബില്ലിങ് തരാൻ പറ. ചെക്ക് പ്ലീസ്. ബില്ല് അവിടെ കൂടെ. അളിയ രൂപ 5600 മാറി കിട്ടി. അളിയ ഇതുപോലെ 3 കൂടെ പാഴ്സൽ ചെയ്തുകൊണ്ട് പോവാം. പാഴ്സൽ ചെയ്യണ്ട. ചീപ്പ് ചേഞ്ച്. എക്സ്ക്യൂസ് മീ സർ, മാനേജർ വിളിക്കുന്നു. ബില്ലിൽ എന്തെങ്കിലും പണം ഇനിയും വേണമായിരിക്കും. എനി മിസ്റ്റേക്ക്? അറിയില്ല സർ, പ്ലീസ് കം. പോവാം. ഈ തുണി ഇരിക്കട്ടെ, നിലം തുടയ്ക്കാം. അത് കഴിഞ്ഞ് മുഖവും തുടയ്ക്കാം. Deep-sea hunters. Yes, deep-sea hunters. Taramayula, Urumilsikulo, Aina, Yamaha, Tapioca. Yala Samu. Ya, Urumeserio, Yoda, ya. Osaka. Yama, Natarapino, Uzaka. Molia, Yuru. 25 packet. Osaka. എന്തിനാ സർ വിളിപ്പിച്ചത്? പ്രത്യേക കാരണമുണ്ട്. നിങ്ങൾ കഴിച്ച ലോബ്സ്റ്റേഴ്സ് ഞങ്ങൾക്ക് സപ്ലൈ ചെയ്ത് ഡീപ് സീ ഹണ്ടേഴ്സ് എന്ന പുതിയ കമ്പനിയാണ്. മീറ്റ് മിസ്റ്റർ മേനോൻലി, ഡീപ് സീ ഹണ്ടേഴ്സിന്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. ഹലോ. നൂറുകണക്കിന് ഡിഷസുകൾ മെനു കാർഡിലുണ്ട്. അതിൽ നിന്നാണ് നിങ്ങൾ ലോബ്സ്റ്റർ തിരഞ്ഞെടുത്തത്. നിങ്ങളെ പോലുള്ള ലോബ്സ്റ്റർ പ്രേമികളാണ് ഡീപ് സീ ഹണ്ടേഴ്സിന്റെ നിലനിൽപ്പിന് വിഷയം. ഒസാക്കയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത ഒരു പ്രത്യേകതരം ലോബ്സ്റ്ററാണ് ഇന്ന് ഞങ്ങളുടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതാദ്യമായി ഓർഡർ ചെയ്തതും ലോബ്സ്റ്റർ പ്രേമികളായ നിങ്ങളും. ആ സ്പെഷ്യൽ ഡിഷ് ഡീപ് സീ ഹണ്ടേഴ്സിന്റെ കോംപ്ലിമെന്റ് ആണ്.
ബില്ല് ഓൾറെഡി കമ്പനി പേ ചെയ്ത് കഴിഞ്ഞു. ഇരിക്കൂ. സർ പ്ലീസ്, എന്തായാലും നിങ്ങൾ പേ ചെയ്ത് പോയില്ലേ സർ? നോ നോ, താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ, ഇത് നിങ്ങൾക്കുള്ളതാണ്. ദീപ്തി ഹണ്ടേഴ്സിന്റെ സ്നേഹോപഹാരം. താങ്ക് യു. ഇത് നേരിച്ചും ലോബ്സ്റ്ററാണ്. ജീവനുള്ളതാണോ? ഉണ്ടായിരുന്നു 8 മാസത്തിന് മുമ്പ്. അതാണ് ഈ മുറിക്കകത്ത് കയറിയപ്പോ ഒരു അവിഞ്ഞ നാറ്റ. കൊടു. നിങ്ങൾ ഈ സ്കോച്ച് വിസ്കിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? 100 വർഷം, 50 വർഷം, 10 വർഷം അത്രയും പഴക്കമുള്ള ലോബ്സ്റ്റർ നമ്മുടെ ഉണ്ട്. പക്ഷേ അതിന് വില കൂടും. ഇതിന് ഞങ്ങൾ എത്ര രൂപ തരണം? കമ്പനി, ഇത് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ആണ്. പണം വേണ്ട. നോ ക്യാഷ്. ചതിച്ചല്ലോ പടച്ചോനെ. ഇവിടെ നിന്നാ നമ്മുടെ കാശ് ചെലവാകില്ല. വേറെ മാർഗം തേടുന്ന നല്ലത്. റെഡി, തൽക്കാലം നമുക്ക് സ്ഥലം വിടാം. തോണ്ടി തോണ്ടി കുപ്പിയുടെ അകത്തേക്ക് കയറി പോവോ? ഇത് എവിടുന്നാ വാങ്ങിച്ചത്? ഏവണിന്നാണോ കേരള ഹോട്ടലിൽ നിന്നാണോ? കേരള ഹോട്ടലിൽ നിന്നാ. കേരള ഹോട്ടലിന്റെ മുതലാളി നായരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നക്കിയ. എന്തു പറ്റി? ഈ പൊറോട്ടയിൽ ഒഴിക്കുന്ന കോഴിച്ചാറില് ഒരു തരി കഷ്ണം പോലും ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം കഴിക്കാൻ പോയപ്പോ ഞാൻ ഒരാളെ കൂട്ടിക്കൊണ്ടാ പോയത്. അതെന്തിനാ? ചാറില് മുങ്ങി തപ്പാൻ. എന്റെ ചേട്ടാ, ഒന്ന് പതുക്കെ തിന്ന്. എന്തിനെങ്ങനെ ആക്രാന്തം കാണിക്കുന്നേ? പയ്യത്തുന്ന വയറ്റ് പിടിക്കില്ലടോ. അല്ല, രാവിലെ ഡോക്ടറെ കാണാൻ പോയല്ലോ, എന്ത് പറഞ്ഞു? ഡോക്ടറെ കണ്ടിട്ട് എന്ത് പറയാ, തിരിച്ചും മറിച്ചും നോക്കി. പിന്നെ എക്സ്റേ എടുക്കേണ്ടി വന്നില്ല. ഞാൻ ശർച്ചൂരി കാണിച്ചു. കഷ്ടം. പിന്നെ വിശപ്പിനുള്ള ടോണിക്ക് നാളെ തരാന്ന് പറഞ്ഞു. അതെ, ആ പൊതിയിൽ 2 പഴമുണ്ട്, അതെടുത്തോ. എനിക്ക് അതിൽ നിന്ന് 2 പൊറോട്ട മതി. അയ്യാ, നീ കഴിച്ചാന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ കൂട്ടിക്കൊഴിച്ചു. എന്റെ ഈശ്വര, 6 പൊറോട്ടയും കൂട്ടിക്കൊഴിച്ചോ? ചേട്ടനൊരു കാര്യം ചെയ്യണേ, നാളെ ഡോക്ടർ വിശപ്പുണ്ടാവാൻ ഒരു ടോണിക്ക് തരാന്ന് പറഞ്ഞിട്ടില്ലേ, അത് വാങ്ങണ്ട. അതെന്താടാ? ഞാൻ ആനയെ ഫ്രൈ ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. എവിടെ പോവാൻ? എന്നെ പൊക്കടാ. ഒരു ദിവസം ഞാൻ പൊക്കും. എന്നെ നടത്തടാ. പയ്യെങ്കിൽ പണിക്ക് പോണേ. എന്നെ കൊണ്ട് ഇരുത്തടാ. ഓടിച്ചു മുടക്കാൻ ഇരുത്തും. എന്നെ കിടത്തടാ. ഊതി ഞാൻ കെടുത്തും. കൈ കഴുകണല്ലേ? കൈ കൊണ്ടുപോയി കഴിക്കണേ. കാലം നിന്റെ അപ്പ്. പോയോ? മനസ്സിലായി ചേർത്തി, ആ താത്തയുടെ കട അവിടെ വന്നേ പിന്നെയാ ഇവിടത്തെ കച്ചവടം ഇത്രയും കുറഞ്ഞത് അല്ലേ? അതേ മകളെ, ചേട്ടത്തിക്കൊരു ഭീഷണിയായി അവർ ഇനിയും അവിടെ കട നടത്തരുത്. അത്രയല്ലേ വേണ്ടു? അത്രേ വേണ്ടു മക്കളെ. വഴിയുണ്ട്. എന്തു വഴി? പറയാം. അവിടത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പുട്ടും കടലയുമാണ്. നാളെ രാവിലത്തെ അവിടത്തെ കടലക്കറിയില് നമ്മൾ അവരറിയാതെ കുറച്ച് എലിപ്പാഷാണം മിക്സ് ചെയ്യുന്നു. അതെ, കാപ്പി കുടിക്കാനെത്തുന്ന 10-30 പേർ രാവിലെ 9:30 മുമ്പ് തന്നെ ജപ്പാൻ ജ്വരത്തെ വെല്ലുന്ന ഗാസ്ട്രോ എൻട്രൈറ്റിസ് വന്ന് ഇഞ്ചിഞ്ചായി മരിച്ചു വീഴും. ഉച്ചയ്ക്ക് 12:30 പ്രാദേശിക വാർത്തയിൽ എലിപ്പാഷാണം കലർന്ന പുട്ടും കടലയും കഴിച്ച് 37 പേർ ഇഹലോകവാസം പിടിഞ്ഞു. കട നടത്തിയിരുന്ന താത്തയെ എസ്.ഐ ഫൽഗുണ പണിക്കർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ചേട്ടത്തി കേൾക്കാം. അയ്യോ വേണ്ട മോനെ, അവസാനം പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ അകത്താവും. എന്നാൽ എലിപ്പാഷാണത്തിന് പകരം ഒരു 1/2 കിലോ പൊട്ടാസ്യം സയനൈഡ് കടലക്കരയിൽ മിക്സ് ചെയ്ത് കൊടുത്താലോ? നീ മണ്ടൻ ഐഡിയാസ് പറഞ്ഞ് ചേട്ടത്തി വെറുതെ ടെൻഷൻ അടിപ്പിക്കല്ലേ. ചേട്ടത്തി, ഇപ്പൊ നല്ല ബെൽറ്റ് ബോംബ്, നമുക്കത് വെച്ച് ആ ഏരി മുഴുവൻ തകർത്ത് കളഞ്ഞാൽ. അതൊന്നും വേണ്ട. പിന്നെ ഇവിടുത്തെ കച്ചവടം അവിടത്തേക്ക് കുറച്ച് കൂടുതലാക്കി തന്നാ മതി. അത്രേ ഉള്ള. ഇത് ആദ്യമേ പറഞ്ഞാ പോരെ. ഇവിടത്തെ കച്ചവടം ഇരട്ടിയാക്കി തന്നാൽ ചേട്ടത്തി ഞങ്ങൾക്ക് എന്ത് തരും? എന്ത് തരും? എന്ത് വേണമെങ്കിലും തരാം. എന്തും എന്തും. എന്നാലും എന്ത് തരും? 2 പരിപ്പ് വട നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം. എന്തേ? ഓക്കെ, വഴിയുണ്ട്. ആദ്യം ചേട്ടത്തി ഞങ്ങൾ പറയണ മന്ത്രവാദിയെ ഒന്ന് പോയി കാണണം. ആ മന്ത്രവാദി പറയുന്നത് അതേപടി ചേട്ടത്തി ചെയ്യണം. പിന്നെ ഇവിടെ ചായ കുടിക്കാൻ പൂരത്തിന്റെ ആളായിരിക്കും. ആ മന്ത്രവാദി എഴുത്തുകാരനാണ് കോർപ്പുളശ്ശേരി. അവിടെ ചെന്ന് ഈ ഭർഗോ ദേവസ്യ ധീമഹിയുടെ വീട് എവിടെയെന്ന് ചോദിച്ചാ ആർക്കും അറിയില്ല. കൊടുമ്പിരിയുണ്ട്, ശത്രുതയുണ്ട്. ശത്രുസംഹാരം ഉടനെ നടത്തണം. എതിർവശത്തെ ചായക്കടയുടെ പുറകിൽ കിഴക്ക് മാറി എല്ലാ ദിവസവും രാത്രി 4 താറാമുട്ടകൾ വീതം ആരും കാണാതെ ശത്രുവിനെ മനസ്സിൽ കണ്ട് കൃത്യം 12 മണിക്ക് ഓം 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 എന്ന് സ്വന്തം കൈകൊണ്ട് എഴുതി കുഴിച്ചിടണം. എഴുതാൻ അറിയാമോ? അറിയാമോ?
പിന്നെ ഏതെങ്കിലും 2 അനാഥ ചെറുപ്പക്കാർക്ക് 6 മാസത്തേക്ക് 3 നേരം വയറു നിറയെ ആഹാരം കൊടുക്കുക. ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരിക. ബാക്കി പറയാം. ഷെയർ എടുത്തോട്ട് 50-50 50 പിടിക്കും. അപ്പൊ ദേവസേട്ടാ അടുത്ത ആഴ്ച ഈ തള്ള വരുമ്പോ കുറച്ചുകൂടി ചെലവ് കൂടിയതായിക്കോട്ടെ. അതിന്റെ അടുത്ത ആഴ്ച വരുമ്പോ കുറെ കൂടി ചെലവ് കൂടിയത്. അങ്ങനെ ആഴ്ച തോറും ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നോണ്ടിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എത്തി ഞാൻ കെടുത്തിയത്, ഇല്ലെങ്കിൽ വീട് കത്തിക്കും. ദൈവമേ, ഇതോടുകൂടി നാശങ്ങൾ കുത്തുപാളി എടുക്കണേ. സാറാമ്മച്ചേട്ടത്തി ഉറങ്ങിയെന്ന് ഉറപ്പാണ്? അവര് മാത്രമല്ല, ആ ജോലിക്കാരി ശാന്തി ഉറക്കമായി. ജോലിക്കാർ ഉറങ്ങി നോക്കാൻ ഞാൻ പറഞ്ഞു. അറിയാതെ ഒളിഞ്ഞു നോക്കിയപ്പോ കണ്ടതാ. അറിയാതെ നമുക്ക് പകുതി ഓംലെറ്റ് ആക്കാം, പകുതി ബുൾസൈ ആക്കാം. ഇവിടെ മൊത്തം തോട് പോലും കാണുന്നില്ലല്ലോ. കുഴിച്ചപ്പോ കിണറാവാറായി. ഇവിടെ അല്ലേ കുഴിച്ചിട്ടത്? സാറാമ്മച്ചേട്ടത്തി വിളിച്ച് ചോദിച്ചാലോ? പോയി ചോദിച്ചിട്ടോ. ഒറ്റ തൊഴി വെച്ചോ. എവിടെന്നായി മുട്ട? ഇത് താറാവുകൾ ഇടുന്നതാ. മര്യാദക്ക് പറഞ്ഞോളാം. ഇത് താറാവിടുന്ന മുട്ടയാ. ഇതിൽ കൂടുതൽ മര്യാദയ്ക്ക് പറയാൻ പറ്റില്ല. താറാവല്ല പിന്നെ താത്ത മുട്ട ഇടൂടാ. എവിടെന്നായി മുട്ട? നാലെണ്ണം കൂടി നമ്മുടെ കടയിലെ മുട്ട എടുത്ത് ഓംലേറ്റ് ഉണ്ടായി തിന്നാനല്ലേ? താത്ത ഞങ്ങളല്ല, ഇവര് 2 രൂപ. എന്റെ പൊന്ന് താത്ത, ഇത് ഞങ്ങൾ മേടിച്ച മുട്ടയും ഓംലേറ്റ് അടിക്കാനുണ്ട്. ഇത് കണ്ട ഓംലേറ്റ് ഷോർട്ട് ഫോം ആണ്. തിന്നോ തിന്നോ. ആമ്പിള്ളേർക്ക് ആംബുലേറ്റ് അത്ര നല്ലതല്ല. താത്തയെ പറ്റിച്ച് നിൽക്കട്ടെ, ഈ ഓംലെറ്റിന്റെ ദാതാക്കൾ ഞങ്ങളാണെന്നുള്ളത് മറക്കരുത്. ഓംലേറ്റ് ദാതാക്കളാ? ബോംബെയിൽ ദാതാക്കളെന്ന് കേട്ടുണ്ട്. ഓംലേറ്റ് ദാതാക്കളെന്ന് ആദ്യമായിട്ട് കേൾക്കുന്നു. കുക്കിംഗ് വലിയ എന്തായാലും ഇനി 6 മാസത്തേക്ക് നമുക്ക് ഭക്ഷണമേ വേണ്ട. നിനക്ക് വേണ്ടായിരിക്കും, എനിക്ക് ഭക്ഷണമില്ലാതെ 6 മിനിറ്റ് പോലും കഴിയാൻ പറ്റില്ല. അതല്ല, ഇനി നമ്മൾ ഭക്ഷണത്തിനുള്ള കാശ് ഒപ്പിക്കണ്ടെന്ന്. ഇനി മുതൽ സാറാമ്മച്ചേട്ടത്തിയുടെ വക ഫ്രീ. അങ്ങനെ തെളിച്ചു പറ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നിന്റെ ബുദ്ധിയോ? ഈ വക ഐഡിയ ഒക്കെ നിന്റെ തലയിൽ വരണമെങ്കിൽ നിന്റെ ബ്രെയിൻ മാറ്റി വെക്കണം. എന്തോ ബ്രെയിൻ മാറ്റി വെച്ചിട്ടും കാര്യമില്ലല്ലോ. നിന്റെ കൂടെയല്ലേ ഞാൻ നടക്കുന്നത്. ഒരു ധാരണ നീങ്ങണം. ആ എങ്ങനെയുണ്ട് ചേട്ടത്തി ബിസിനസ് ഒക്കെ? കച്ചവടം കച്ചവടം അത് നേരം വെളുത്തല്ലേ ഉള്ളൂ. മുട്ടയൊക്കെ കുഴിച്ചിട്ടല്ലോ? മുട്ടയ്ക്ക് ഇന്നലെ തന്നെ കുഴിച്ചിട്ടു. നോക്കിക്കോ, ഇനി മുതൽ ചേട്ടത്തേക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങാനേ ടൈം ഉണ്ടാവില്ല. അതെന്താ? കുക്കിംഗ് ഒരു ജാഥയുടെ ആൾക്കാര് ഡെയിലി ഈ ഹോട്ടലിൽ കയറി ഇറങ്ങൂലേ? ചേട്ടത്തി 2 പരിപ്പോടെ ഒരു ചായ, ഒരു പഴംപൊരി 2 ചായ, 2 ചായ 3 പഴംപൊരി, പിന്നെ ദോശയും ഇറച്ചിയും. പക്ഷെ അതൊക്കെ ഉണ്ടാക്കി വെക്കണം. നിങ്ങളുടെ നാക്ക് പൊന്നായിരിക്കട്ടെ. അപ്പോ ഞങ്ങൾ പോട്ടെ. വരട്ടെ സാർ. ചിലപ്പോ ചേട്ടത്തിക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞങ്ങൾ പോവും. പോയിക്കോ. നിക്കുന്ന അല്ല, 2 ചെറുപ്പക്കാർക്ക് ഭക്ഷണത്തിന്റെ എന്താ സരസ അതൊക്കെ മുഖത്തടിച്ച പോലെ ചേട്ടത്തിക്ക് നമ്മളോട് പറയാൻ മടിയാണ്. അങ്ങനെയെങ്കിലും ഈ ഹോട്ടലിലെ കച്ചവടം കൂടുകയാണെങ്കിൽ ഞങ്ങൾ വരെ ഓത്തിന് ചപ്പാ. അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ പറഞ്ഞില്ലേ? വാ വാ. എന്താ ഈ കാര്യം? കഴിക്കും മക്കളെ, നല്ലോണം കഴിക്കും. വെള്ളം കുടിക്കുമോനെ, കുടിക്കുമോനെ, വെള്ളം കുടിക്കേ. ഇവന്മാരും നമ്മളെക്കാൾ പക്കാ ഫ്രോഡുകളാ. ഇവന്മാരെ ഒതുക്കാനൊക്കെ വഴിയുണ്ട്. എന്ത് വഴി? അതൊക്കെ ഉണ്ട് ബാല. കറി കൊടുക്കി ചേച്ചി. നല്ലോണം കുഴച്ചടി. പോവാം. ഇങ്ങോട്ട് പോരട്ടെ.
എടുത്തോണ്ട് പോ. എല്ലാം കയ്യെത്താ. ഇതെന്താ? പപ്പടം. പപ്പടാണല്ലേ. അപ്പൊ ഇതോ? മോര്. മോരാണല്ലേ. ഇതിലെന്താ? ചോറ്. അപ്പൊ കൂട്ടാനൊന്നുമില്ലേ? എന്നോടൊന്ന് പറയില്ല കേട്ടോ. അയ്യോ കൈ എന്തൊരു സുഖം നിനക്കുണ്ടോ? ഞാൻ ഒരു കാര്യം ചെയ്യാം. മാളൂട്ടി ഇതൊക്കെ ഒന്ന് പിടിച്ചേ. വല്ലാത്ത വിശപ്പ്. ഞാൻ കൊണ്ടിട്ട് പോവാം. വന്നിട്ടുണ്ടാ മതി. വല്ലാത്ത വിശപ്പെന്നേ. വന്നിട്ടുണ്ടാ മതി എന്ന് പറഞ്ഞില്ലേ? വന്നിട്ടുണ്ടാമെന്നപ്പോ പറഞ്ഞു നീ. അപ്പൊ ഞാൻ ശരിയാക്കി തരാം. ഭർത്താവേ, എന്തൊരു വിശപ്പാ വിശപ്പ്. ഇങ്ങനെയുണ്ടൊരു വിശപ്പ്. വിശപ്പ് അട്ടിന്ന് ഇങ്ങോട്ട് കുതിച്ച് കേറി വരല്ലേ. ഇനിയിപ്പോ ഇത് വിശപ്പ് തന്നെ ആവോ? അമ്മോ, ഇല കീറിയാലോ? ഇല കീറിയാ മറ്റേ എടുക്കാലോ. വന്നിട്ടുണ്ടാ മതിയെന്ന്. അവള അപ്പൻ്റെ ഉള്ളു അവിടുത്തെ ചോറും മറ്റും. ഞാൻ എൻ്റെ വായനൊന്നും കേൾക്കണ്ട. ഈ പട്ടന്മാരെ കാരണം കൊണ്ടേ ഒരു ബീഫും കൂടി ഉണ്ടാവില്ല പിശാചികള്. ഇങ്ങോട്ട് പോരെ. ഇങ്ങനെയുള്ള കാര്യം ഞാൻ ഏറ്റു. സാറേ, വിശന്ന് പൊരിഞ്ഞിട്ട് വയ്യ സാറേ, എന്തെങ്കിലും തരണേ. എന്താ? വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും തരണേ. നല്ല വിശപ്പുണ്ട്. നല്ല പൊരിഞ്ഞ വിശപ്പുണ്ട്. എന്തപ്പോ ഇയാൾക്ക് ഇങ്ങനെ വിശക്കണാവോ? ഇന്നാളൊരാളുടെ വിശപ്പ് ഇങ്ങനെ മാറ്റിയിട്ടുണ്ടല്ലോ. തന്റെ കുടുംബത്തോടെ തന്നെ വിശപ്പ. അപ്പൊ അതൊരു കാര്യം ചെയ്യും. ഞാൻ ഇവിടെ ഇരുന്ന് സുഖമായിട്ട് ഉണ്ണണത് താൻ അവിടെ ഇരുന്ന് സുഖമായിട്ട് കാണാം. അങ്ങനെ ഇന്നാളൊരാളുടെ വിശപ്പ് മാറിയിട്ടുണ്ട്. നായിന്റെ മോനെ, ഞാൻ വല്ലവനെയും ചാക്കി വെച്ച് രണ്ടു ഒറ്റ വാരി തിന്നാൻ നോക്കുമ്പോ പിച്ചപാത്രത്തിന് കഴിയാൻ നോക്ക. കൊന്നോളെ ഞാൻ. ഓടാ ഓടാ. നല്ല വിശപ്പുണ്ടെങ്കിൽ പോയി ആത്മഹത്യ ചെയ്യടാ പട്ടി. പൊണ്ണ കൂപ്പിള്ളിയാ? അവക്ക് കുറച്ച് കഴിഞ്ഞു മതിയെന്ന്. ഒന്നും വേണ്ട, ഇതൊന്നുമില്ലെങ്കിലും ഇന്ന് സുഖമായിട്ടുണ്ട. என்னமோ ஒரு வாசனை வரல. அது கீரை. இது நான் பண்ணது. என்னமோ ஒரு வாசனை வருதே. അതേ, മുല്ല പൂത്ത മണമാ ഭാഗി. சீச்சி சீச்சி, முல்லையும் இல்லையில ஒண்ணும் இல்ல. இது எங்கேயோ யாரோ என்னமோ வறுத்து கொட்டுறா. ഇങ്ങ ആരെന്നെ വറുത്ത് കൊട്ടാൻ? നീ പോയി കുറച്ച് ജീവനം എടുത്തോണ്ടോ. இல்ல இல்ல, என்னமோ ஒரு வாசனை வருதே. என்ன அவுட் ஹவுஸ்ல நான் போய் பார்த்துட்டு வரேன். ഭാഗി, നീ വാ. ആണുങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത് പ്രായമായ പെൺകുട്ടികൾ പോകാൻ പാടില്ല. മനസ്സിലായോ? ഞാൻ പോയി നോക്കിട്ട് വരാം. അയ്യോ, എന്നൊക്കെയോ അറുത്ത് കൊട്ടാനേ. ചേട്ടതി കുറച്ച് പുട്ടും കൂടെ തരുവാ. കറിയും വേണം കേട്ടാ. ഇതെന്നാ കത്രി ചേച്ചി ഇത്രയും മൂക്കി വലിക്കാനാ? അല്ല, ഇവിടെ ഉണ്ടാക്കിയത് മുഴുവൻ നിന്റെ അണ്ണാക്കിലോട്ട് തള്ളിത്തരും. എന്തൊരു ആർത്തിപ്പണ്ടാരുവാണ് ഇത് നിങ്ങൾ തന്നെ നിന്നാ എനിക്കങ്ങും വേണ്ട കേട്ടാ. വേണ്ടെങ്കി വേണ്ട, ഇതങ്ങ് പട്ടിക്ക് കൊടുത്തേക്കാം. അല്ല പിന്നെ എന്താ കത്രീന ചേച്ചി? എന്റെ പൊന്നു മകളെ, ഇപ്പൊ തന്നെ 10-12 കുറ്റി പുട്ട് തിന്നു കാണും. എന്നിട്ടും ചോദിക്കാണ് ഇനിയില്ലേന്ന്. കൊടുക്കണവർക്ക് നാണം വന്ന്. ഓ വന്ന് ബ്ലച്ചിക്കൊച്ചിനറിയാല്ല. എന്നെങ്കിലും കഴിക്കണമെങ്കിൽ നന്നായി കഴിക്കണം, അല്ലെങ്കിൽ കഴിക്കരുതും. നീ അവിടെ ഇരിക്കെ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. കണ്ടാ, ഇങ്ങനെ സ്നേഹമുള്ളവര്. എന്റെ മാതാവെ കൊണ്ടുവരുന്നു കണ്ട. വയറ് നിറച്ച് കഴിച്ചോളണം, ഒന്നും മിച്ചം വെക്കരുത്, കേട്ടല്ലോ? അപ്പൊ പാത്രവും വേണ്ട? അയ്യോ, പാത്രം വേണം. ഇത് കണ്ട, ഇങ്ങനെ വേണം തിന്നാൻ തരാൻ, കേട്ടാ കത്രിയെ? നീ വലിയ കൊമ്പസ്രാവായിരിക്കും.
എന്നോട് കളിച്ചാ വെട്ടിക്കൊണ്ടിച്ച് കറി വെക്കും കേട്ടാ. അവൻ അടുക്കള കാണും. പതുക്കത്തിനടാ തൊണ്ടേ തങ്ങി ചത്തു. ഇത് മലമ്പാമ്പ് കോഴിയെ തിന്നണ മാതിരി ഉണ്ടല്ല. ഞങ്ങൾ തിന്നൂന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങൾക്ക് വേണ്ട കേട്ടാ. പെട്ടെന്നൊന്ന് വന്നാ മതി. തല്ലാനാണ് ഞാനില്ല കേട്ടാ. തല്ലാനല്ലെന്നേ, നിന്റെ അപ്പൻ ഷാപ്പിൽ കിടന്ന് ബഹളം ഉണ്ടാക്കണെന്ന്. നിന്നെ ഇപ്പൊ കാണണമെന്ന് ഞങ്ങൾ വിളിക്കാൻ വന്നേണ്. അപ്പൻ ഷാപ്പിലാണ്. അപ്പൻ ഷാപ്പിലാട്ട് പോവാ. കണ്ടാ എന്റെ വ്യാകുല മാതാവേ, ഷാപ്പിലാട്ടെന്ന് പറഞ്ഞിട്ട് വയറ്റിലാട്ടാണല്ലോ പോണത്. അപ്പൻ എന്നെ വിളിച്ചായിരുന്ന എന്റെ മഹം വന്നായിരുന്ന അങ്ങോട്ട് കേറിയിരിക്കും. അപ്പൻ എത്ര നേരമായിട്ട് വിളിക്കാന്നറിയാവാ. കാലത്തപ്പൻ കടലിൽ പോകുമ്പോ എന്റെ പൊന്നുമാൻ ഉറങ്ങായിരുന്നു. ഒന്നും കഴിച്ചില്ലടാ. ഒന്നും കഴിച്ചിട്ടില്ലട്ടാ. ഞങ്ങളും ഒന്നും കഴിച്ചിട്ടില്ല. നീ കഴിച്ചോന്ന് ഞാൻ ചോദിച്ചോടാ. എന്നെ മകൻ കഴിച്ചോടാ ചോദിച്ചു. കഴിച്ചാർന്ന്. അയ്യോ, അവിടുന്ന് ശകലം പുട്ടല്ലേ കഴിച്ചോളൂ. അതെ, ഇപ്പോഴും നല്ല വിശപ്പാ. അയ്യോ എടാ ചെമ്പരന്റെ, ഇവിടെ ഉള്ളതല്ല ഇങ്ങോട്ട് കൊണ്ടുപോടാ. എന്റെ ബ്ലാക്കിന് വിശക്കണ്, എന്റെ മകന് വിശന്ന അവന്റെ അപ്പന് സങ്കടപ്പെടുവാടാ. എന്റെ മുത്താണ്, വേഗം കൊണ്ടുപോടാ. കൊണ്ടുവരാണ്. എന്തപ്പനും മോനാണ്. അവിടെ തലയില്ലെങ്കിൽ ഇങ്ങോട്ട് വെച്ച് 15 അപ്പം ഉണ്ടാട്ടാ. അവന്റെ വയറ്റ് ഇനി കൊള്ളാൻ സ്ഥലമില്ല. അപ്പൊ നമുക്കും കിട്ടൂല്ലേ സീസറെ? ചീങ്കണ്ണിയുടെ വയറാ, കണ്ടറിയണം. അയ്യേ, നിലത്ത് നിർത്തിയിട്ടണം ചാപം. അപ്പൊ എടുത്തിട്ട് പാ ചുരുട്ടണ പോലെ ചുരുട്ട്, എന്നിട്ട് ചാറിൽ മുക്കിയടി. അങ്ങനെ. കർത്താവേ, ഇവൻ സൊനാമിയാ. മൊത്തത്തിൽ വിഴുങ്ങിക്കളയും കേട്ടാ. ഞങ്ങളെ കൂടി ഒന്ന് ഗൗനിക്കടാ. എന്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞാ കവനിക്കാൻ കേട്ടാ. അയ്യോ, ഇങ്ങനെ വെള്ളം ഇറക്കിയ എന്റെ മകന്റെ വയറ് കൊള്ളാവും. അത് കൊള്ളാമല്ലല്ല, കടലല്ലേ. ഇവൻ പത്രോസേട്ടൻ തിമിംഗലത്തിൽ ഉണ്ടായതാണെന്നാ തോന്നണത്. അതല്ലടാ, കടലാനയിലുണ്ടായത്. പക്ഷെ എന്റെ മകന്റെ വയറ് എറിഞ്ഞിട്ടാ നിങ്ങ എഴുതേക്കാവൂ കേട്ടാ. അപ്പൊ ഞങ്ങൾ എണീക്കണ്ടേ? എണീക്കണ്ടെങ്കി എണീക്കണ്ട, കൊണ്ടുപോടാ. ഉണ്ടായിരുന്നെല്ലാം ബ്ലാക്കിന് കൊടുത്തില്ലേ? ഇനി ഇവിടെ ഒന്നുമില്ല.